ഹലോ മുത്തുമണികളെ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അല്ലുടായിപ്പുമ്മയ്ക്ക് റെസ്റ്റാണ്. അല്ലുടായിപ്പുമ്മേനെ അല്ല ഞാൻ അല്ലുടായിപ്പുമ്മേനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാജിദ ഷാജിയുടെ ഒരു ഷോർട്സ് ഞാൻ കുറച്ച് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഷാജിദ ഷാജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഷെരീഫ് മണ്ണാർക്കാടിനെതിരെ ഇവരെ ഒരു ചൈൽഡ് ലൈനിൽ ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ അത് പച്ചക്കളവാണ്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരിടത്ത് കേസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് പോകണം. വിളിച്ചു പറഞ്ഞാലൊന്നും കേസ് ഫയലാവൂല. ഇതിനെക്കുറിച്ച് പിന്നീട് എൻക്വയറി നടക്കും. ഈ എൻക്വയറി നടന്നതിന് ശേഷം അത് കേസാക്കണോ വേണ്ടേ എന്നുള്ളത് അവർ തീരുമാനിക്കും. ഇവിടെയൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് മാത്രമാണ് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ ഷെരീഫ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ കുട്ടികളെ കുറിച്ച് ഷെരീഫ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിഷയം വരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലോ ഇതുപോലെ പിന്നെ വനിതാ സെല്ലിലോ വുമൻസ് സെല്ലിലൊക്കെ അവരെ എന്തൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മളൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് അവരെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ല. ഇതിന് ഒരു മൂല കാരണമുണ്ടാകും. ഒരു സംഭവത്തിൽ ഒരു എൻക്വയറി, നമ്മളെ നിയമപാലകരെന്ന് പറയുന്നത് വെറും തലയ്ക്ക് ബോധമില്ലാത്തവരൊന്നും അല്ലല്ലോ. ഇവരൊരു കാര്യം അന്വേഷിക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മളൊരു പരാതി നമ്മളൊരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ ആ പരാതി എവിടെ നിന്നുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അവരന്വേഷിക്കും. ഇത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും സംഭവം എവിടെ നിന്നാണ് ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോയിൽ നിന്ന് പിന്നീട് അത് അങ്ങോട്ട് വ്യക്തിപരമായ വിഷയങ്ങളിലോട്ട് വരികയും തലേ ദിവസം ഈ ഷാജിദ തന്നെ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. എന്താണ്? ഷാജിദ ഷെരീഫ് മണ്ണാർക്കാടിൻ്റെ ഉമ്മയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതായത് നിന്നെയും നിന്റെ സഹോദരങ്ങളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ തന്തയ്ക്കുണ്ടായതാണ് എന്ന് പറയൂലടേ എന്ന്. അപ്പോൾ ഞാൻ ഇതല്ല പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്, ഇതിൻ്റെ മൂല കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഇത് കേസായി ഇതിപ്പോൾ കുറേ ഇങ്ങനെ പരാതികൾ നിരന്തരം ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ശല്യം ഒഴിയട്ടെന്ന് പറഞ്ഞിട്ട് ഇവരിത് കോടതിയിലെത്തിക്കും. ഈ സംഭവം എന്ന് പറയുന്നത് കോടതിയിലെത്തിക്കും. ഈ മിക്ക ആളുകളും, അതായത് നമ്മുടെ സമൂഹത്തിൽ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ, കുട്ടികളൊക്കെ ഒരുപാട് അക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ടായിരുന്നു. പണ്ട് ഗാർഹിക പീഡനമായിരുന്നാലും അതുപോലെ കുട്ടികളെന്ന് പറയുന്നത് കുട്ടികൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാത്തതാണല്ലോ. അപ്പോൾ ഈ കുട്ടികളെ പിന്നെ കൊണ്ടുപോയി വീട്ടുജോലി, ഹോട്ടൽ ജോലി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജോലികൾക്കൊക്കെ കൊണ്ടുവന്ന് ആക്കുകയും അവർക്ക് പിന്നെ ശമ്പളം കൊടുക്കാതിരിക്കുകയും അവരെ ഭയങ്കരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ, അതായത് ഞാനൊരു കഥ വായിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ ഒരു സംഭവം വരെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സിലെങ്ങാണ്ടാണ് ഞാൻ ആ കഥ വായിക്കുന്നത്. ആ കഥ വായിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പിന്നെ അമ്മ മരണപ്പെട്ടു പോയപ്പോൾ അച്ഛൻ പോയി വേറെ കല്യാണം കഴിച്ചു. ഈ ഒരു മകൻ മാത്രമാണ് അവർക്കുള്ളത്. ആ മകൻ അമ്മയുടെ സംരക്ഷണയിലായി. അപ്പം അന്ന് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കഷ്ടകാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടിയെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജൻറ്റ് അന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളെ ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അവരെ മിസ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ വിറ്റിട്ട് അവരെ വീട്ടുജോലിക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഈ കൊച്ചിനെയും കൊണ്ടുപോയി പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഏജൻറ്റ് വന്നു. അപ്പോൾ ഈ അമ്മമ്മ വിചാരിച്ച് ശരിയായിരിക്കും, എനിക്കോ എൻ്റെ മോനെ പഠിപ്പിക്കാനായിട്ട് പറ്റൂല, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് ആ കൊച്ചുമോനെ ഇയാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവർക്കന്ന് എത്ര പൈസ അയാൾ കൊടുത്ത് ഈ മോനെയും കൊണ്ട് പിന്നെ പോയത് ഒരു വലിയ വീട്ടിലേക്കാണ്.
ആ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മതിലുകളുള്ള ഒരു വീട്ടിലേക്കാണ്. അപ്പോൾ കയറി പോകുമ്പോൾ കൊച്ചും വിചാരിച്ചത് ഞാൻ എന്നെ പഠിപ്പിക്കുക, എന്നെ ദത്തെടുക്കുന്നതാണ് ഇവരെന്ന് വിചാരിച്ചിട്ട് ആ കൊച്ചും പോയി അതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് വലിയ ആഭരണങ്ങളൊക്കെ ഇട്ടുണ്ട് ഒരു സ്ത്രീ വന്നിട്ട് പിന്നെ ആ വീട്ടിലെ ജോലിക്കാരിയുടെ അടുത്ത് പറയുകയാണ്, ഇവനെ കൊണ്ടുപോയി നിങ്ങൾ ജോലി പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് വളരെ പഠിക്കാൻ മിടുക്കനായ ആ കുട്ടി ആ അടുക്കളയിലേക്ക് കയറി പോകുന്നതായിട്ട് ഒരു കഥ. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ആ കഥ ഞാൻ വായിക്കുന്നത്. വായിച്ച് ഞാൻ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. പിന്നീട് നമ്മളെ ഈ കഥ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പിന്നെ സ്ത്രീകളെ ഈ 12 വയസ്സിലൊക്കെ പിടിച്ച് കെട്ടിച്ചു കൊടുത്ത് അവരെ കഷ്ടപ്പെടുത്തുന്ന അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ ഉള്ള സമയത്ത് അതിൽ നിന്നൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ സ്ത്രീകൾക്ക് അനുകൂലമായ കുട്ടികൾക്ക് അനുകൂലമായ പിന്നെ നിയമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിയമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ ഉള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു പീഡനം അനുഭവിച്ചാലോ അല്ലെങ്കിൽ സ്ത്രീകൾ അത്തരത്തിലുള്ള ഒരു പീഡനം അനുഭവിച്ചാലോ കേസ് കൊടുക്കാൻ പറ്റാത്തൊരു തരത്തിലാണ് നമ്മുടെ നാടിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ഒരു സത്യസന്ധമായ ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് സംശയമാണ്, ഇതെന്താണ്, ഈ കേസ് എവിടെ നിന്നും വന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കും. അപ്പോൾ ഇവിടെ ഷാജി കേസ് കൊടുത്തു, അത് ഫയലായി എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഫയലൊന്നും ആയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇവരെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ കുറേ തെളിവുകൾ അവർ കാണിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് എന്ന് പറഞ്ഞാൽ മതി. അതായത് ഷെരീഫും ഷാജിദയും തുല്യ ദുഃഖിതരാണ്. അതായത് ഷെരീഫ് ഷാജിദയെ പറഞ്ഞു, ഷാജിദ ഷെരീഫിനെ പറഞ്ഞു, ഷാജിദ ഷെരീഫിൻ്റെ ഭാര്യയെയും ഉമ്മയെയും പറഞ്ഞു, ഷെരീഫ് അവളുടെ മക്കളെ പറഞ്ഞു. ഇത് ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളത് ഇപ്പോഴും പറ്റുന്നില്ല. രണ്ടുപേരുടെയും പക്ഷത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം രണ്ടുപേരും നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കും, സ്വാഭാവികം. ഷെരീഫിനെ ഷാജിദ അടിച്ചു, ഷെരീഫ് ഷാജിദയെ അടിച്ചു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞാൻ വിധവയാണ്, ഞാൻ പെണ്ണാണ്, ഞാൻ സ്ത്രീയാണ്, എൻ്റെ മക്കളെയാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഷാജിദ അത് പൊക്കി പിടിച്ച് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സമൂഹത്തിൽ ആരെയും നിങ്ങൾ കൂട്ടുപിടിക്കേണ്ട. കാരണം നിങ്ങൾ എത്രയോ ദിവസങ്ങളായി ഷെരീഫിനെയും ഷെരീഫിൻ്റെ ഉമ്മയെയും പറഞ്ഞ്, ഷെരീഫിനെ നിങ്ങൾ പറഞ്ഞോ, ഷെരീഫാണ് നിങ്ങളെ വിമർശിക്കുന്നത്. അപ്പം നിങ്ങൾ ഷെരീഫിനെ പറയുന്നതിന് പകരം ഒരു തെറ്റും ചെയ്യാത്ത ഷെരീഫിൻ്റെ ഉമ്മയെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പറയുന്നില്ലേ നിങ്ങളുടെ മോനെ കൊണ്ട് നിങ്ങളൊരു പരാതി ചൈൽഡ് ലൈനിൽ കൊടുത്തു, അതേ സംഭവം ഷെരീഫിൻ്റെ ഉമ്മ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോടതിയിലേക്ക് വിടാനുള്ള ഒരു വകുപ്പുണ്ട്. ആ ഉമ്മ പറയണത് കേസാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിമാനത്തെ തൊട്ടു എന്ന് പറഞ്ഞിട്ട് അവരൊന്നാമത് അവർ വിധവയല്ല എങ്കിലും അവർ വാർദ്ധക്യം ഉള്ള ഒരാളാണ്, പിന്നെ വയസ്സായ ഒരാളാണ്. അപ്പം ഷെരീഫിൻ്റെ ഉമ്മയെ കൊണ്ട് ഷെരീഫ് ഒരു കേസ് കൊടുത്താൽ നീയും തൂങ്ങും. അതുകൊണ്ട് നീ വലിയ മറ്റേ ഭയങ്കര മഹതി, ഭയങ്കര പുണ്യവതി എന്നൊന്നും ചമയണ്ട, നീ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിച്ച് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എൻക്വയറി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻക്വയറി ഇത് ഇനിയിപ്പോൾ കോടതിയിലേക്ക് എത്തിയാലും ഇത് എവിടെ നിന്നൊക്കെ തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജിദയുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഈ ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് ഒരു കള്ളത്തരം എന്നൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഷെരീഫ് ഈ എന്താ പറയുമല്ലോ,
നുണ ലോകം ചുറ്റി സഞ്ചരിക്കും, സത്യം ചെരിപ്പണിയുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റി സഞ്ചരിക്കും എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ നിങ്ങൾ വന്നിട്ടേക്കുന്ന ആ ഒരു ഷോർട്സ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കൊരു നീതി കിട്ടണം. എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് അവരാധിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ കോടതിയും കേസുമായിട്ട് പോയി അവിടെ നീതി വാങ്ങിച്ചതിന് ശേഷം വന്നിരുന്ന് പറഞ്ഞാൽ അത് ഓക്കെ. ഇവിടെ വന്ന് പറയുന്നത് എന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒന്നാന്തരം ഒരു ഭീഷണിയാണ് അവിടെ പുള്ളിക്കാർ മുഴക്കുന്നത്. അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ടാൽ നിങ്ങളെയും ഞാൻ നോട്ടമിട്ട് വെച്ചേക്കുള്ളൂ. എടേ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് മാന്യമായ റിയാക്ഷൻ ചെയ്യാം. അത് കമൻറ്റ് ബോക്സ് പിന്നെ എന്തിനുള്ളതാണ്? നമ്മളുടെ അഭിപ്രായം പറയാനുള്ളത് തന്നെയാണ്. അവിടെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളെയൊക്കെ ഇവള് നോട്ടമിട്ട് വെച്ചേക്കുന്നു. നോട്ടമിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ മുമ്പൊരിക്കൽ എന്നെയും ഒരാൾ ഭീഷണിപ്പെടുത്തിയിരുന്നത് അങ്ങനെയായിരുന്നു. അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്നവരെയൊക്കെ ഇവർ എന്തോ ആക്കൂന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടുപേരും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും കൊടുപ്പും ഒക്കെ കഴിഞ്ഞതാണ്. ഇവിടെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നവരാണ് പ്രേക്ഷകരെന്ന് പറയുന്നത്. ഇപ്പം അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയുന്നത് പോലെ അമ്മയെ തല്ലിയിട്ടും രണ്ടു പക്ഷം പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ രണ്ട് പക്ഷത്തും ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഷാജിദ പറയുന്നത് ഷാജിദയ്ക്ക് സാക്ഷി പറയാൻ കോടതിയിൽ ആളെത്തും എന്നാണ് പറഞ്ഞത്, ആൾക്കാർ വരും. അതേപോലെ ഷെരീഫിൻ്റെ ഭാഗത്തും ആൾക്കാരുണ്ടാകും കോടതിയിൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചൈൽഡ് ലൈനിൽ സാക്ഷി പറയാൻ വേണ്ടിയിട്ട്. ആദ്യം ഷാജിദയാണ് ഷെരീഫിൻ്റെ പെൺകുട്ടികളെ അപവാദം പറഞ്ഞത്. ഷെരീഫിൻ്റെ പെൺകുട്ടികളെ അടക്കം അനാവശ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് അയ്യോ മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരൻ്റെ പിന്നാലെ പോയതും നീ തന്നെയാണ്. അന്ന് ആ പുള്ളിക്കാരൻ വിചാരിച്ചാൽ നിനക്കെതിരെ ഇതുപോലൊരു ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അത് ആ പുള്ളിക്കാരൻ ചെയ്തില്ല. പിന്നെ ഇതെന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിന് ആർക്കും ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല മോളെ. ഇപ്പോൾ നീ ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുമായിരിക്കും, അടുത്ത് നിനക്ക് തരാടി. ഇവിടെ ഉള്ളതുപോലെ നമ്മൾ പറയണ്ടേ? കമൻ്റ് ഉള്ളതുപോലെ നമ്മൾ പറയണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത്. നീ യഥാർത്ഥത്തിൽ ആ കുട്ടികളോട് നിനക്ക് സ്നേഹമുണ്ട് എങ്കിൽ നീ കോടതിയിലോ അല്ലെങ്കിൽ കേസ് കൊടുത്ത് നീ അതിന് ഒരു പോയിന്റ്, അതായത് അതിനൊരു കലാശം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു വന്നിട്ട് സംസാരിക്കേണ്ടത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്തിരിക്കുന്നതെന്നറിയാം. നീ എന്തോ വലിയ സംഭവമാണെന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോലും, അതായത് ഇതൊരു മാതൃത്വത്തിൻ്റെ എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ട് ഭീഷണിയല്ല മുഴക്കേണ്ടത്. നീ അതിന് പ്രതികരിക്കുക. നീ അതൊക്കെ കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കുക. അല്ല നീ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അവനെ പദം വരുത്തുക എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ വന്ന് ഈ ഭീഷണി അത് നല്ലതല്ല. അത് കാണുന്ന പ്രേക്ഷകർക്ക് അലോസരം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോൾ ചൈൽഡ് ലൈനിൽ നീ പോയി കേസ് കൊടുക്കുകയല്ല ചെയ്ത, വിളിച്ചും കൂടിയാണ് പറഞ്ഞത്. ഇനി യഥാർത്ഥത്തിൽ ഇത് കേസ് ഫയലാകണമെങ്കിൽ നീ യഥാർത്ഥത്തിൽ പോവണം. നീയല്ല, നിന്റെ മോനല്ല കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരൻ ചൈൽഡ് ലൈനിൽ പോയി മൊഴി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷെരീഫിനെ വിളിച്ചു വരുത്തും. എന്നിട്ട് രണ്ടുപേരെയും നിർത്തി എൻക്വയറി ചെയ്യും. എൻക്വയറി ചെയ്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ ഇവർ അന്വേഷിക്കും. അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് ഇത് കോടതിയിൽ എത്തിക്കണോ വേണ്ടേ എന്നവർ തീരുമാനിക്കും. കോടതിയിൽ എത്തിക്കേണ്ടതാണെങ്കിൽ അവർ കോടതിയിൽ എത്തിക്കും. ഇനി കോടതിയിൽ എത്തിയാലോ 6 മാസങ്ങൾ എടുക്കും നിങ്ങൾക്കത് കോടതി വഴി കേസ് ഫയൽ ആവാൻ വേണ്ടിയിട്ട്. കേസ് ഫയലായി കോടതിയിൽ ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ട്. ഇത് നടത്തിച്ചു കഴിഞ്ഞ് 2 മാസം കൊണ്ട് തീരുമോ? 4 മാസം കൊണ്ട് തീരുമോ? 5-8 കൊല്ലം ഇതിൻ്റെ പിന്നാലെ നടക്കണം. അത് കഴിഞ്ഞിട്ടാണ് വിധി പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നീ ഇപ്പം വന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കേസ് ഫയലായി എന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? നീ വിളിച്ചു, ചൈൽഡ് ലൈനിൽ വിളിച്ചു, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി പുള്ളിക്കാരന് പറയാനുള്ളതുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇനി പുള്ളിക്കാരൻ ചൈൽഡ് ലൈനിൽ എത്തട്ടെ, എന്നിട്ട് പുള്ളിക്കാരന് പറയാനുള്ളത് അവിടെ പറയട്ടെ. ഇപ്പോൾ പബ്ലിക്കിലൊന്നും വന്ന് പറയണമെന്നൊന്നും ഇല്ല. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കേസുകളായിട്ട് മുന്നോട്ട് പോവുക.
രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടുപേർക്ക് നല്ല ഒന്നാന്തരം പരിക്കും പറ്റിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമാണ്, കുടുംബങ്ങളെ തൊട്ട് കളിച്ചാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. അപ്പം അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ശരണം കിടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. നീ അങ്ങോട്ട് കൊടുത്ത് അവൻ നല്ലതുപോലെ നിനക്ക് തിരിച്ചു തന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് നന്നപ്പോഴത്തേക്ക് ഈ മുമ്പ് ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഈ നേഴ്സറി ക്ലാസ്സുകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതായത് ഒരുത്തി പിച്ചും മറ്റവൻ മാന്തും. ഇവനെ മാന്തിയപ്പോൾ ഇവന് നല്ല വേദന എടുത്ത് ഇവ ഉടനെ തലക്കിട്ട് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ അടിച്ച്. ടീച്ചർ കാണുമ്പോഴത്തേക്കും അവൻ എൻ്റെ തലയിൽ അടിച്ച് എന്ന് പറഞ്ഞത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ടീച്ചർ ഓടിപ്പോയി അവനെ അടിക്കുമായിരിക്കും, അത് സ്കൂളിൽ നടക്കും. പക്ഷെ നിയമത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ എന്താണ് നിന്റെ തലയ്ക്കടിക്കാനുണ്ടായ കാരണം എന്നുള്ളത് അന്വേഷിക്കും. അപ്പോഴാണ് ഇതിൻ്റെ തെളിവുകളും കൊണ്ട് ഇപ്പുറത്തുള്ളവർ വരും. അതായത് ഇവളെന്നെ പിച്ചിയപ്പോഴാണ്, മാന്തിയപ്പോഴാണ്. അപ്പം നീ മാന്താനുണ്ടായ റീസൺ എന്ത്? അത് അവളെന്നെ പിച്ചിയപ്പോഴാണ്. ആഹാ, അപ്പം ചെറുത് കൊടുത്ത് വലുത് വാങ്ങിച്ച് എന്ന് പറഞ്ഞിതങ്ങ് എഴുതി തള്ളും മോളെ. എന്നിട്ട് അതും വന്ന് വലിയ ബിൽഡപ്പ് കൊടുത്തും കൊണ്ട് ശരിക്കും എന്താണ് നിങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയാതിരിക്കണം, നിങ്ങളൊന്നും ചെയ്യാതിരിക്കണം. ഇത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ വന്നങ്ങ് വലിയ ബിൽഡപ്പ് കൊടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത് പറയാതിരിക്കാൻ തോന്നിയില്ല. എന്താ പറയാ.